മാതാപിതാക്കളുടെ വില നമ്മളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ണിന്റെ വില അറിയണമെങ്കിൽ ഈ കണ്ണ് നഷ്ടപ്പെടണം. വെള്ളത്തിന്റെ വിലയറിയണമെങ്കിൽ ദാഹിക്കണം. ഭക്ഷണത്തിന്റെ വിലയറിയണമെങ്കിൽ വിശക്കണം എനിക്കും നിങ്ങൾക്കും. എങ്കിലേ ഇതൊക്കെ അറിയും. ഉമ്മ നഷ്ടപ്പെടുമ്പോഴേ, വാപ്പ നഷ്ടപ്പെടുമ്പോഴേ ഉമ്മയുടെയും ഉപ്പയുടെയും വില നമുക്ക് മനസ്സിലാകുള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് സലാം പറഞ്ഞ് അവിടെ ഇരുന്നു. സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വാപ്പ അകത്തേക്ക് ചെന്നപ്പോ എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് കേൾക്കും. വാപ്പ അകത്തേക്ക് ചെന്നപ്പോ വാപ്പയും മകനും തമ്മിൽ എന്തൊക്കെയോ സംസാരങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെയോ തർക്കങ്ങൾ വരുന്നുണ്ട്. മകനിങ്ങനെ പൊട്ടി കരയുന്നുണ്ട്. വാപ്പയുടെ സങ്കടത്തിന്റെ വിങ്ങിപ്പൊട്ടലുകൾ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്താ വാപ്പയും മോനും തമ്മിലുള്ള പ്രശ്നം? ആ വാപ്പ വളരെ സങ്കടത്തോടുകൂടി എന്റെ മുന്നിലേക്ക് നിന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ 6ാം ക്ലാസ് പഠിക്കുന്ന മോനാ. ഇവനെ ഇന്ന് സ്കൂളിലെ ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി അതിന് ട്രോഫിയുമായി വന്നത്. ഇവനാദ്യം ഈ ട്രോഫിയുമായി വരുമ്പോ, ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും കിട്ടുന്ന സമ്മാനങ്ങളുമായി വരുമ്പോ, ആദ്യം മുന്നിലിരിക്കുന്ന എനിക്ക് കാണിച്ചു തന്ന് നേരെ അടുക്കളയിലേക്കാണ് ഇവൻ പോവുക. ഇവൻ അടുക്കളയിലേക്ക്, എനിക്ക് കാണിച്ചു തന്ന അടുക്കളയിലേക്ക് പോകുമ്പോ അവന്റെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഉമ്മ മരണപ്പെട്ടു പോയിരുന്നു. അവൻ ഓർക്കാതെ അടുക്കളയിലേക്ക് ഓടുകയായിരുന്നു. എന്നിട്ട് അവൻ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാം, പാപ്പാ, എനിക്കെന്റെ ട്രോഫി എൻ്റെ ഉമ്മച്ചീനെ എനിക്കൊന്ന് കാണിച്ചു കൊടുക്കണം. രാത്രി 8 മണിക്ക് പാപ്പ ചോദിക്കാൻ, കബറ് കിടക്കുന്ന ഉമ്മച്ചീനെ നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കും? പാപ്പാന്റെ മുന്നിലേക്ക് വീണിട്ട് പറയാ, ഈ ട്രോഫി എൻ്റെ ഉമ്മാന്റെ കബറിന്റെ അടുക്കലേക്ക് ഒന്ന് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. വിങ്ങിപ്പൊട്ടുന്ന ആ പിതാവിനോട് ഞാൻ എന്താ മറുപടി പറയാ? നമ്മൾ എന്താ മറുപടി പറയാ? പ്രിയപ്പെട്ട മക്കളെ, നഷ്ടപ്പെട്ട മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർക്കറിയാം അതിന്റെ വില. അത് നഷ്ടപ്പെടാത്തവർക്ക് അതിന്റെ വില അറിയില്ല. ഞാനും നിങ്ങളൊക്കെ 2 കാലും ഇങ്ങനെ നടക്കുന്നെന്താണെന്നറിയോ? വീട്ടിലിരുന്നു കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ആയുരാരോഗ്യത്തോടുകൂടി നടന്നു നീങ്ങുന്നത് എന്തുകൊണ്ടെന്നറിയോ? നമുക്ക് വേണ്ടി സെക്കൻഡുകളിൽ, മിനിറ്റുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മാതാവിന്റെ പേരിൽ. ഞാനൊരു ക്യാമ്പസിൽ ഇങ്ങനെ ക്ലാസ് എടുത്ത് പോരുന്ന സമയത്ത് കുട്ടികളോടൊക്കെ പറഞ്ഞു, മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്യാം. ഞാൻ ചോദിച്ചു, ഇന്ന് വീട്ടിലേക്ക് പോകുമ്പോ ഉമ്മാക്ക് സലാം പറഞ്ഞ് കൈ കൊടുക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈവക്കി. അങ്ങനെ എല്ലാവരും കൈവക്കി. ഞാൻ പിന്നെ ചോദിച്ചു, ഇന്ന് ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഒരു മുത്തം കൊടുക്കുമെന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? എല്ലാ കുട്ടികളും കൈവക്കി. ഒരു കുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു പോരുമ്പോൾ ആ കുട്ടി ഒരു മൂലയിലിരിക്കുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോനെ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ആ കുട്ടീനോട് ചോദിച്ചു, മോൻ ഇങ്ങോട്ട് വാ, എന്താ മോന്റെ പ്രശ്നം? ആ കുട്ടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു വീട്ടിലേക്ക് കയറി ചെന്നാൽ ഉമ്മാനോട് സലാം പറയണം, ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുക്കണം, ഉമ്മാനെ സ്നേഹിക്കണം, ഉമ്മാനെ ആദരിക്കണം, ഉമ്മാനെ ബഹുമാനിക്കണം. ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നാൽ എനിക്കൊന്ന് കൈ തന്ന് സലാം പറയാൻ എനിക്ക് ഉമ്മയില്ലെങ്കിൽ ഞാൻ ആരോടാ സലാം പറയാ? എന്നെ കെട്ടിപ്പിടിക്കാനൊന്ന് മാറോട് ചേർത്ത് ഒന്ന് തലോടാൻ എനിക്കൊരു ഉമ്മയില്ലെങ്കിൽ, എനിക്കൊരു ഉപ്പയില്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കണം, നമുക്ക് കിട്ടിയ മാതാപിതാക്കളുടെ വില നമ്മൾ തിരിച്ചറിയണം. ആ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതുപോലെ നമ്മൾ സ്നേഹിക്കണം, ആദരിക്കേണ്ടതുപോലെ നമ്മൾ ആദരിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവരെ വേദനിപ്പിക്കുന്ന വല്ല വാക്കും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചെല്ലണം. ഹൈസെക്കിന്റെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് ചെന്ന് മാതാവിന്റെ കൈപിടിച്ച് സലാം പറഞ്ഞ് ഉമ്മ അറിവില്ലാതെ ചെയ്തു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് എന്തറിയോ? ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു വളരെ പെട്ടെന്ന് ശിക്ഷിക്കുന്ന ഒരു ടീമുണ്ട്. അതാരാന്നറിയോ? മാതാപിതാക്കളെ ധിക്കരിച്ചവർ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവർ, മാതാപിതാക്കളെ വിഷമിപ്പിച്ചവർ. അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ശിക്ഷ നൽകുന്ന. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.